ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ഡിമാൻഡും ആവശ്യക്കാർ കൂടുതലും ഉള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഡെയിലി ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാത്രമല്ല ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാനും കഴിയും. അതേപോലെ തന്നെ നമുക്ക് റിസ്ക് വളരെ കുറവാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് സ്കിൽസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ദിസ് ഈസ് ഇക്ബാൽ സു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടൂൾസ് റെൻറ്റ് ബിസിനസ്സാണ്. ഓക്കെ, ഒരു ബിസിനസ് ആശയം ഇന്ന് സംസാരിക്കാനുള്ള കാരണം തന്നെ ഇന്ന് ഞാൻ ഈ ഒരു 1-2 ടൂൾസ് റെൻറ്റ് എടുക്കേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഫ്ലോ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് രീതി കണ്ടപ്പോൾ എനിക്കിതിന് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടണം എന്ന് വിചാരിച്ചു. കാരണം ഞാൻ റെൻറ്റിന് എടുക്കാൻ പോയ ആ ഷോപ്പിൽ ഉണ്ടായിരുന്നത് വെറും പ്രായമായിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അത്രക്കും നമ്മൾക്ക് ജസ്റ്റ് എഴുതാൻ അറിയുന്ന, അല്ലെങ്കിൽ മലയാളം എഴുതാൻ അറിയാവുന്ന, അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന ഒരാളായാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൻ പുറത്ത് ഇഷ്ടംപോലെ ടൂൾസ് റെൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ടൂൾസുകൾ റെൻറ്റിന്, ഡെയിലി ബേസ് റെൻറ്റുകൾ പോകുന്ന രീതിയിലുള്ള ബിസിനസ് ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്തായിട്ട് ആ ഒരു ഷോപ്പുകളുടെ വളർച്ച കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ഇടങ്ങളിലും ഞാൻ അങ്ങനത്തെ ഷോപ്പുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് നമ്മൾക്ക് ഇതിന് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഡെയിലി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. മാത്രമല്ല നമ്മൾ ഒരു ടൈമിൽ വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമ്മൾക്കത് പിന്നെ ആ ഭാഗങ്ങൾ നോക്കേണ്ട, അതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു റൂം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റൂം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ചെറിയൊരു റൂമല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ഒരു 200-250 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ റൂമാണെങ്കിലും കഴിയും. നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു പരിധിയാണ്. കാരണം ഇതുപോലുള്ള ടൂൾസ് എന്ന് പറയുന്നത് അത്യാവശ്യം ചിലത് അത്യാവശ്യം നല്ല വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10-200 സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയും. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഈ വണ്ടിയൊക്കെ വന്ന് പോകാൻ കഴിയുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആ റൂം വേണം എന്നൊന്നുമില്ല. നമുക്ക് കുറച്ചുള്ള ഏരിയയിലായാലും കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെ ഷോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആളുകൾ അറിയിക്കണം. അതിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ അറിയിക്കാൻ കഴിയും. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു 1-2 കസ്റ്റമേഴ്സ് നമ്മൾക്ക് വളരെ ആദ്യത്തിൽ കിട്ടുന്ന കുറച്ച് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങനെ ഷോപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലൊരു റൂം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഭയങ്കരമായിട്ട് ഈ റൂം എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റു ബിസിനസ്സുകൾ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന പോലെ ആ റൂം എടുത്തു കഴിഞ്ഞ ശേഷം ഒരുപാട് ഇൻറ്റീരിയർ വർക്ക് സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. എങ്ങനെയാണോ നമ്മൾക്ക് ആ റൂം കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്കതിനെ കൊണ്ടുപോയാൽ മതി. ബാക്കി അതിലൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ആകെ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടേബിളും ഒരു കസേരയാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിനെ നടത്തി കൊണ്ടുപോകുന്ന ആൾക്ക് ഇരിക്കാനുള്ള ഒരു കസേര മാത്രമാണ് അതിനുള്ളിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ എന്തൊക്കെ ടൂൾസുകളാണ് നമുക്ക് അതിൽ വെക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. നമുക്കിപ്പോൾ നോർമലി നമുക്ക് ഇങ്ങനത്തെ ഷോപ്പുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് അതിൽ മിക്സർ അടക്കം കൊടുക്കുന്ന, റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകൾ അടക്കം കേട്ടോ. അപ്പോൾ മിക്സർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ വണ്ടിയാണ്. അപ്പോൾ അത് പോലും റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകളുണ്ട്. പക്ഷേ നമുക്ക് തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ട് മെയിൻലി
ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ആളുകൾക്ക്, പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ എടുത്തു കൊണ്ടുപോകുന്ന ആവശ്യമായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതിൽ പെട്ട കുറച്ച് ഇപ്പോൾ ഈ പവർ ഡ്രില്ല്, അതുപോലെ ഹാമർ ഡ്രില്ല്, അതേപോലെ ഗ്രൈൻഡർ, വെൽഡിങ് മെഷീന്, പ്രഷർ വാഷർ, അതേപോലെ തന്നെ ലാഡർ, പിന്നെ ടൈൽ കട്ടർ, പെയിൻറ്റ് സ്പ്രേ മെഷീന്, അതേപോലെ തന്നെ കോൺക്രീറ്റ് കട്ടർ, ഗ്ലാസ് കട്ടർ. അപ്പം ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മൾ അറിഞ്ഞ ഒരു ലിസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്കിപ്പോൾ കൈക്കോട്ട് അതുപോലെയുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയുള്ള ടൂൾസ് നമ്മൾ ഡെയിലി ബേസിൽ റെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് 50, ഇപ്പം ഇന്ന് ഞാൻ എടുത്ത ഒരു 5 അടിയുള്ള ഒരു ലാഡറിന് അവർ എനിക്ക് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡെയിലി അത് 50 രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വലുതിന് ചിലപ്പോൾ ഒരു പക്ഷേ 100 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ 75 രൂപ ആയിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സംഭവമാണ്. അപ്പോൾ അത് 2 ദിവസം ആകുമ്പോൾ ചിലപ്പോൾ 100 രൂപ, 3 ദിവസം ആകുമ്പോൾ 150 രൂപ. അങ്ങനെ പല രീതിയിലും ഇതിനെ പല മെഷീൻസും പല റേറ്റാണ്. നമ്മൾക്ക് ഡെയിലി നമ്മൾ കയ്യിലേക്ക് കാശ് വരും ഓട്ടോമാറ്റിക്കലി. ഒരു നോർമലി ഇത് ഒരു ആളുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ 1 ദിവസം, 2 ദിവസം, 3 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ എടുത്തിട്ട് റിട്ടേൺ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അതിൽ നമുക്ക് പൈസ കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി തന്നെ റിട്ടേൺ ചെയ്യുന്ന പല മെഷീൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മെഷീൻസ് വെക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിന് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 to 3 lakh ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ അത് കുറച്ച് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ടൂൾസ് വെക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് മൂവിങ് സാധനങ്ങൾ. ഓക്കെ, നമുക്ക് ഈ ടൂൾസൊക്കെ നമുക്ക് വാങ്ങണമല്ലോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ട് ഏറ്റവും ചീപ്പിൽ നമ്മൾക്ക് ഈ ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ബേസ് ഉണ്ട്. ഓക്കെ, കോയമ്പത്തൂർ കിട്ടും, നമുക്ക് ബാംഗ്ലൂർ കിട്ടും, കൊച്ചിയിലും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമുക്കിത് കിട്ടും. പക്ഷേ ഈ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സാധനങ്ങളൊക്കെ എല്ലാ മെഷീൻസും മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് പ്ലാന്റുകളുള്ള സ്ഥലമാണ് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മെഷീനറീസ് നമുക്കവിടെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ റെൻറ്റ് ബേസ് ചെയ്യുന്നത്? ഇപ്പോൾ ഡെയിലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സംഭവത്തിൻ്റെ ടൂൾസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് തൊട്ടടുത്തുള്ള ഇപ്പോൾ ഇതുപോലെ ടൂൾസ് ബിസിനസ് ചെയ്യുന്ന, റെൻറ്റ് ബിസിനസ് ചെയ്യുന്ന വല്ല ഷോപ്പുകളോ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ റേറ്റ്, നിലവിലെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പല മെഷീൻസ്, ഇപ്പോൾ ഞാൻ ഇന്നെടുത്ത ഒരു ഷോപ്പിൽ പോലും എന്നോട് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൂഫോ അല്ലെങ്കിൽ പേര് നോട്ട് ചെയ്ത് വെച്ചു, ഫോൺ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു, എവിടെയാണ് വീട് എന്ന് നോട്ട് ചെയ്ത് വെച്ചു. പക്ഷേ നോർമലി ഇതിൻ്റെ ഒരു കണ്ടീഷൻ ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഫോൺ നമ്പർ, അതേപോലെ തന്നെ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റും നമ്മൾ വാങ്ങി വെക്കൽ മസ്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന ടൂൾസ് പലപ്പോഴായിട്ട് അത് മിസ്സാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ റിട്ടേൺ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ അതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് ഭാഗമായിട്ട് നമ്മൾ ആധാറിൻ്റെ കോപ്പി വാങ്ങി വെക്കുക, അതേപോലെ തന്നെ അവർ ഫോൺ നമ്പർ മേടിച്ച് വെക്കുക, അതുപോലെ തന്നെ നമ്മളുടെ അഡ്വാൻസ് ഒരു പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ് എമൗണ്ടും കൂടി നമ്മൾ വാങ്ങി വെക്കൽ നല്ലൊരു കാര്യമായിരിക്കും. അത് നമ്മൾക്കും ഒരു സേഫ് ആയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ടൂൾസുകൾ, ആ ടൂൾസിൻ്റെ അതിന് വല്ല സീരിയൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ ടൂൾസ് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അത് ഡാമേജ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കൺഫേം ആക്കാൻ കഴിയും. മാത്രമല്ല, ഇനിയിപ്പോൾ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരുപക്ഷെ അവർ പറയും നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഫോട്ടോ കാണിച്ച് നമ്മൾക്കതിനെ
സംസാരിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കസ്റ്റമേഴ്സിന് കണ്ടെത്തുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ആളുകൾ അങ്ങോട്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി ആളുകളിലേക്ക് ഇതെത്തും. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾക്കിപ്പോൾ ഈ എന്താ പറയുക വാട്സപ്പും അതേപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾക്ക് പരസ്യം ചെയ്യാം. പിന്നെ ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സിനേറ്റും അതേപോലെ തന്നെ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, അതേപോലെ തന്നെ പെയിൻറ്റേഴ്സ്, ഇന്റീരിയർ വർക്കേഴ്സ്, അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മളൊന്ന് സംസാരിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ആളുകളും ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഇതിന് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോപ്പ് ലൈസൻസ് എന്തായാലും മസ്റ്റായിട്ട് എടുക്കണം. അതിപ്പോൾ ഒരു പഞ്ചായത്ത് പരിധി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധി അങ്ങനെ എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ മസ്റ്റല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കാനൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് എത്രയെന്ന് നോക്കുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് നമ്മുടെ ഒരു ഫ്ലോ അനുസരിക്കണം. പല സംഭവത്തിനും പല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നൊരു ബിസിനസ്സാണ്. മാത്രമല്ല നമുക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാലം നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് സംഭവമാണിത്. അപ്പോൾ ഫ്യൂച്ചറിലും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പം പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് ഇത് നടത്തുന്ന ആളുകളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.